ഹലോ ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ഫിഫ വേൾഡ് കപ്പ് 2026 ഗ്രൂപ്പ് എ മത്സരത്തിൻ്റെ മൊത്തത്തിലൊരു വിവരണവുമായിട്ടാണ്. അപ്പം ഗ്രൂപ്പ് എയുടെ മത്സരങ്ങളെല്ലാം നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇപ്പോൾ കാണാത്തവർക്കും വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണിത്. അപ്പം അതിനകത്ത് ടീമുകളുടെ വിശകലനം അതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്നത്. സുഹേൽ, ഗ്രൂപ്പ് എയെ കുറിച്ച് പറയാനാണെങ്കിൽ മെക്സിക്കോ ആണ് അതിൽ മുന്നിൽ നിൽക്കുന്നത്. 3 പോയിന്റുമായിട്ട് അവർ 2 ഗോൾ അടിച്ച് സൗത്ത് ആഫ്രിക്കയെ തകർത്തുകൊണ്ട് ഫസ്റ്റ് കളി നമ്മൾ കണ്ടതാണ്. ഫസ്റ്റ് കളി നമ്മൾ ശ്രദ്ധിച്ചു. മെക്സിക്കോ നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. കാരണം ഹോം ഗ്രൗണ്ടിൽ വെച്ചാണ് അതൊരു ആനുകൂല്യമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അവർ അബ്രാഹിം ഡൈസും ഹർഷഫ് ഹക്കീമിയൊക്കെ നല്ല കളിയാണ്. ഹർഷഫ് ഹക്കീമി എടുത്തു പറയേണ്ട കളിക്കാരനാണ്. പിന്നെ സൗത്ത് കൊറിയ അറിയാമല്ലോ, നമ്മുടെ ഏഷ്യൻ രാജ്യം രണ്ടാമത് ഗ്രൂപ്പ് എയിൽ രണ്ടാമത് നിൽക്കുന്ന ഒരു ടീമാണ്. നമുക്കൊരു ഏഷ്യയിൽ നിന്ന് വന്നവർക്കൊരു അഭിമാനം ഉള്ള കാര്യമാണ്. നല്ല രീതിയിൽ തന്നെയാണ് അവർ കളി കാഴ്ചവെച്ചത്. അവർ ഒരു 2-1 ചെക്കിനെ തോപ്പിച്ചു. ചെക്ക് നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിരുന്നു. മൂന്നാമത് നിൽക്കുന്ന ചെക്കാണ്. ചെക്ക് നല്ല രീതിയിൽ കളിച്ചു. നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്ന ടീമാണ്. അതുപോലെ സൗത്ത് കൊറിയയിലെ സൺ ഹ്യൂമിൻ, അദ്ദേഹത്തിന്റെ നല്ലൊരു പ്രകടനമായിരുന്നു. സൺ ഹ്യൂമിൻ ഏഷ്യൻ പ്ലെയറിലെ ബെസ്റ്റ് ഒരു പ്രകടനം തന്നെയാണത്. ഇനി ലാസ്റ്റായിട്ട് നിൽക്കുന്ന ഗ്രൂപ്പ് എയിൽ സൗത്ത് ആഫ്രിക്ക, അതിനെപ്പറ്റി എന്താണ് സുഹേൽ? സൗത്ത് ആഫ്രിക്ക നല്ല ടീമാണ്. അവർ പൊരുതിയാണ് മെക്സിക്കോയുടെ 2 ഗോളേ വഴങ്ങിയിട്ടുള്ളൂ. അടുത്ത കളി നമുക്ക് ചെക്കുമായിട്ടാണ് സൗത്ത് ആഫ്രിക്കയ്ക്ക്. അടുത്ത കളി ചെക്കുമായിട്ടാണ് കളിക്കുന്നത്. എങ്കിലും അവർ പൊരുതി തോറ്റൊരു ടീമാണ്. മെക്സിക്കോ ആയിട്ട് നല്ല രീതിയിൽ തന്നെ ഫൈറ്റ് ചെയ്ത് നിന്നു എന്ന് പറയാം. നല്ല ഫൈറ്റ് ചെയ്ത് നിന്നു. ഇപ്പം മെക്സിക്കോ ആണ് 1-ാം സ്ഥാനത്ത്, ഗ്രൂപ്പ് എയിൽ 1-ാം സ്ഥാനത്ത്. അടുത്ത കളി സൗത്ത് കൊറിയയായിട്ടാണ് മെക്സിക്കോക്ക് കളി. അത് മികച്ചൊരു കളിയായിരിക്കും. കാരണം 2 ജയിച്ചിരിക്കുന്ന ടീമുകൾ തമ്മിലുള്ള ഒരു മത്സരം അത് നല്ല രീതിയിൽ നമുക്ക് കാഴ്ചക്കാർക്കും പ്രത്യേക ഒരു ഇത് ഉണ്ടാക്കും. വേൾഡ് കപ്പ് പ്രേമികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിലെ ഫുട്ബോൾ പ്രേമികൾക്ക്. ഇനി അടുത്ത നമുക്ക് ഗ്രൂപ്പ് ബിയിലേക്ക് പോകാം. അതിൽ സമനിലയാണല്ലോ. ഗ്രൂപ്പ് ബിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ തുല്യ ശക്തികൾ 4 ടീമുണ്ട്. സ്വിറ്റ്സർലാൻഡ് ഫസ്റ്റായിട്ട്, സ്വിറ്റ്സർലാൻഡ്, കാനഡ, ഖത്തർ, ബൊസോണിയ. കൗതുകം എന്ന് വെച്ചാൽ 1-1 സമനില. കൗതുകം അതാണ്, തുല്യ ശക്തികളുടെ കളിയാണിത്. 1-1 സമനില. എല്ലാത്തിനും ഏക തുല്യ ശക്തി എന്നൊക്കെ പറയാം. നമ്മുടെ ഏഷ്യൻ രാജ്യമായ ഖത്തറുണ്ട്. നമ്മുടെ ഏഷ്യൻ രാജ്യമായ ഖത്തർ എടുത്തു പറയാൻ എല്ലാവരും അടിക്ക് തിരിച്ചടി എന്നൊക്കെ പറയുന്നു കേട്ടോ. എല്ലാവരും സമനില കലാശം തന്നെയാണ്. സുഹേൽ, മികച്ചിരിക്കുന്ന ഒരു ടീം സ്വിറ്റ്സർലാൻഡ്, നല്ല യൂറോപ്യൻ ടീം. സ്വിറ്റ്സർലാൻഡുമായിട്ടാണ് ഖത്തർ കളിച്ചത്. അത് സ്വിറ്റ്സർലാൻഡ് ഫസ്റ്റ് ഗോൾ അടിച്ച് നിന്നെയാണ്. ലാസ്റ്റ് ഇതിലാണ് ഖത്തർ മികച്ച തിരിച്ചുവരവ് തന്നെയായിരുന്നു എനിക്കും പറയാനുള്ളത്. ഖത്തർ ഒരു ഏഷ്യൻ രാജ്യം എന്ന നിലയ്ക്ക് നമുക്ക് അഭിമാനിക്കാം. മികച്ച ഒരു തിരിച്ചുവരവ്. ഖത്തർ, മലയാളി പ്ലെയർ മലയാളെ അദ്ദേഹത്തിനെ ഇറക്കിയില്ല. അടുത്ത കളി നമുക്ക് പ്രതീക്ഷിക്കാം. വേൾഡ് കപ്പിൽ പ്രത്യേകിച്ച് ഒരു മലയാളി കളിക്കുന്നത് നമുക്കൊരു അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അപ്പം ഈ ബൊസോണിയെ പറ്റി എന്താണ്? ബൊസോണിയ നല്ല ടീമാണ്. അവരും 1-1 സമനില. പുതിയ ടീമാണ് തോന്നുന്നില്ലേ ബൊസോണിയ? പുതിയൊരു ടീമാണ്. അവരും നല്ല പ്രകടനം. കാനഡയെ പോലുള്ള ഒരു ടീമായിട്ട് ഇതിലൊന്നും പറയാൻ പറ്റത്തില്ല. ഇനി അടുത്ത കളി വന്നാലേ ഗ്രൂപ്പിൽ എന്താണ് സംഭവിക്കുക നമുക്ക്. എല്ലാ ടീമും ഗോൾ സ്കോർ ചെയ്യണം. അപ്പൊ ഗ്രൂപ്പ് ബിയെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും പറയാനും ഇല്ല. യഥാർത്ഥത്തിൽ എല്ലാവരും തുല്യ ശക്തികളാണ്. ഇനി നമുക്ക് അടുത്ത ഗ്രൂപ്പ് സിയിലേക്ക് പോവാം. മൊറോക്കോ, ബ്രസീൽ. നമ്മുടെ ബ്രസീലിന്റെ ഗ്രൂപ്പാണ്. ഹൈറ്റി പുതിയ രാജ്യമാണ്. ഞാൻ ആ കളി കണ്ടായിരുന്നു. മൊറോക്കോ ബ്രസീൽ എന്തൊരു മാച്ചായിരുന്നു. അത് മൊറോക്കോ ബ്രസീൽ കണ്ടിരുന്നു. സ്കോട്ട്ലാൻഡ് ഹൈറ്റി കളി, അതും നല്ലൊരു കളിയായിരുന്നു. ഹൈറ്റി അവർക്ക് ആദ്യ വേൾഡ് കപ്പ് ആണെന്ന് തോന്നുന്നു. വേൾഡ് കപ്പിന്റെ ഒരു എക്സ്പീരിയൻസ് കുറവ് എനിക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നു. കാരണം സ്കോട്ട്ലാൻഡ് ഒരു ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് തന്നെയാണ് വിജയിച്ചത്. അതാണ് അതിന്റെ മെയിൻ കളി എന്ന് വെച്ചാൽ മൊറോക്കോ ബ്രസീൽ. അതിപ്പോ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഫസ്റ്റ് ഹാഫിൽ ബ്രസീലിനെ തൊടാൻ സമ്മതിച്ചില്ല. പന്ത് തൊടാൻ സമ്മതിക്കാതെ. അത് സുഹേൽ പറയൂ അതിനെ പറ്റി. നല്ലൊരു കളിയായിരുന്നു. നല്ല മികച്ചൊരു കളി. കാരണം
ബ്രസീലും മൊറോക്കോ എന്നെ സംബന്ധിച്ച് രണ്ട് ടീം നല്ല ടീമുകളാണ്, നല്ല പ്ലേയേഴ്സ്. ഇപ്പൊ റാങ്കിങ് 6ഉം 7ഉം കിടക്കുന്ന രാജ്യങ്ങളാണ്. 6ഉം 7ഉം കിടക്കുന്ന നല്ല തുല്യ ശക്തികൾ തമ്മിലുള്ള ഒരു പോരാട്ടം. നമ്മൾ കളി നടക്കുന്നതിന് മുമ്പ് കൊച്ചു ടീം എന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിച്ചിട്ടാണ് മൊറോക്കോ കഴിഞ്ഞ വർഷം വേൾഡ് കപ്പിൽ പോർച്ചുഗലിനെ തോപ്പിച്ചു. അതാ ഒന്നും എഴുതി തള്ളാൻ പറ്റാത്ത ആരെയും നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇപ്പോഴത്തെ ഈ 2026 വേൾഡ് കപ്പ് കുറെ അധികം പുതിയ ടീമുകളുണ്ട്. പുതിയ ടീമുകളുടെ ഇതിഹാസമായ കളികളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ കഴിഞ്ഞ മൊറോക്കോയുടെ കൂടെ കളിച്ച പോലെ ബ്രസീൽ കളിക്കുകയാണെങ്കിൽ ഒരു ഗ്രൂപ്പ് സ്റ്റേജ് കടക്കുമെന്ന് സംശയമാണ്. അതാണ് മൊറോക്കോ ഒരു പ്രത്യേകം ഒരു വലിയ ശക്തി തന്നെയാണ്. മൊറോക്കോ യൂറോപ്യൻ ടീം വലിയ ശക്തി തന്നെയാണ്. മൊറോക്കോ എന്നൊരു രാജ്യം പ്രത്യേകിച്ച് നല്ലൊരു കളി മുന്നേറ്റം, ഫുട്ബോളിനെ അധികമായി സ്നേഹിക്കുന്ന ഒരു രാജ്യം എന്ന് പറയാം മൊറോക്കോ. ബ്രസീൽ അറിയാമല്ലോ, നമ്മുടെ നാട്ടിലെ തിരിച്ചു വരും. ബ്രസീൽ തിരിച്ചു വരും. നമ്മുടെ നാട്ടിലെ കപ്പുകളുടെ ഒരു വർണ്ണ വിപുലമായ ഒരു ടീമാണ്. പിന്നെ നെയ്മർ പരിശീലനത്തിന് ഇറങ്ങിയ നെയ്മറിനെ പോലുള്ളൊരു ഐക്കോണിക് പ്ലെയർ ഒക്കെ ഉള്ള ഒരു ടീമാണ്. പിന്നെ നമ്മുടെ നാട്ടിലെ വളരെ പ്രായമുള്ളവർ വരെ പിന്തുടരുന്ന ഒരു ടീമാണ്. വളരെ ചെറുപ്പക്കാർ മുതൽ പ്രായമുള്ള ഒരു ടീം പിന്തുടരുന്ന ടീമാണ് ബ്രസീൽ. ജയിക്കുവാണെന്നൊരു പ്രതീക്ഷ. ബ്രസീലിനെ ആക്റ്റീവായിട്ട് പറയാൻ പറ്റത്തില്ല. ഒന്നും നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഇപ്പോഴത്തെ വേൾഡ് കപ്പിൽ. നമുക്ക് എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് അറിയത്തില്ല. പല രീതിയിലൊക്കെ പല അട്ടിമറികൾ നമുക്ക് കാണാം. ഇനി അടുത്തത് ഗ്രൂപ്പ് ഡിയിലോട്ട് വരാം. USA, ഓസ്ട്രേലിയ, തുർക്കി, പരാഗ്വേ. അതിൽ USA അവരുടെ രാജ്യത്ത് വെച്ച് നടക്കുന്ന USA ഒരു ആധിപത്യം നമുക്ക് കാണാം. അവരുടെ രാജ്യത്ത് വെച്ച് നടക്കുന്നതിൻ്റെ ഒരു ആധിപത്യം നമുക്ക് കാണാൻ സാധിക്കും. പിന്നെ ഓസ്ട്രേലിയ മികച്ച കളിയെ തുർക്കിയെ തോപ്പിച്ചുകൊണ്ടാണ് അവർ. ഓസ്ട്രേലിയ എടുത്തു പറയേണ്ട ഒരു കളി, നല്ല രീതിയിൽ കളി, നല്ല രീതിയിൽ ഫുട്ബോൾ മാച്ച് മേക്കിംഗ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ. അവരുടെ കളി നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. തുർക്കിയും നല്ല ടീമാണ്, എന്തോ പറ്റിയെന്നറിയത്തില്ല. അതെ, തുർക്കിയും നല്ലൊരു ടീമാണ്. ബട്ട് ഇപ്പൊ എന്ത് പറ്റിയെന്ന് അറിയില്ല. സുഹേല് പറഞ്ഞ പോലെ തന്നെ പരാഗ്വേ പുതിയ ടീമാണ് തോന്നുന്നു. നേരത്തെ ഉണ്ടായിരുന്നല്ലേ? ഓക്കെ, അതിൽ USA ആണ്. USA പിന്നെ ഹോം ഗ്രൗണ്ട് ആനുകൂല്യം കാര്യം അത് എല്ലാം USA ഉള്ള ഒരു രീതിയിൽ തന്നെയാണ് പോകുന്നത്. USA വളർന്നു വരുന്ന ഒരു ഫുട്ബോൾ. അതെ, മെസ്സി കളിക്കുന്ന ഇന്റർ മിയാമി USA ക്ലബ്ബ്, പല രീതിയിലുള്ള ആനുകൂല്യങ്ങളും ഈ ഇതിനകത്ത് ഇതുണ്ട്. നമ്മൾ എടുത്ത് പറയണ്ടല്ലോ. ഇപ്പൊ അതിനെപ്പറ്റി പ്രത്യേകിച്ച് പറയാനില്ല. USA, ഓസ്ട്രേലിയ മികച്ചു നിൽക്കുന്ന ടീമുകളാണ്. ഇനി നമുക്ക് ഗ്രൂപ്പ് ഇയിലേക്ക് പോവാം. ഞങ്ങള് ജർമ്മൻ. അതെ, സുഹേലിനൊരു ജർമ്മൻ ആരാധകനാണ്. ഒന്നിനെതിരെ ഏഴായിട്ട് പകരം വീട്ടുന്നു എന്നൊക്കെ പറയാം. ഒരു വലിയ ശക്തി, ഒരു മിസൈൽ വന്ന ഒരു രാജ്യത്തേക്ക് എങ്ങനെ വീഴുന്നു എന്ന് ജർമ്മനി കാണിച്ചു തന്നിരിക്കുകയാണ്. 2018-ലും 2022-ലും ഗ്രൂപ്പിലെ ആദ്യത്തെ കളി തോറ്റുകൊണ്ട് തുടങ്ങിയ ജർമ്മനിക്ക് ഇതാ ഫസ്റ്റ് കളി തന്നെ 7-1 മികച്ച വിജയമാണ്. ഒരു അറ്റാക്കിംഗ് ടീമിലെ ഫോർവേഡ് അറ്റാക്കിംഗ് അത് എങ്ങനെ പ്രയോജനപ്പെടുത്താം. ഒന്നാമത്തെ കാര്യം അതാണ്, ഇത്രയും ഗോൾ സ്കോർ ചെയ്യുന്നതിൻ്റെ ഉള്ള ഗുണം. രണ്ടാമത്തെ കാര്യം, ഇനി വരാനിരിക്കുന്ന കളികളിൽ എതിർ ടീമിനെ ഒരു ഭീതിയിൽ ആഴ്ത്തപ്പെടാനും ഈ 7 ഗോളിനെ കൊണ്ട് സാധിക്കുമെന്നാണ് എൻ്റെ ഒരു പ്രവചനം. സുഹേൽ അതിനെപ്പറ്റി എന്ത് പറയുന്നു? ജർമ്മനിയുടെ കളി രീതി എന്ന് വെച്ചാൽ നമ്മൾ ബോള് എതിർ ടീമിൻ്റെ കിട്ടിയാൽ ഹൈ പ്രസ്സിങ് ഗെയിം കളിച്ച് തിരിച്ചു പിടിച്ച് അവരൊരു പ്രഷറിലാക്കി ഗോൾ അടിക്കുന്ന ഒരു തന്ത്രമാണ്. അത് ഹൈ പ്രസിംഗ് ഗെയിമാണ് ജർമ്മനി. അത് മികച്ച പെർഫോമൻസുകളിലൊന്നാണ് ജർമ്മനി എന്ന് പറയാൻ. ഏറ്റവും മികച്ച പെർഫോമൻസ് ഈ വേൾഡ് കപ്പിൽ ഇതുവരെയും കാഴ്ചവെച്ചൊരു ടീം ജർമ്മനി തന്നെയാണ്. പിന്നെ ഐവറി കോസ്റ്റ് എടുത്തു പറയാ, ഇക്വഡോറുമായിട്ട് 3 ഗോളിന് തോപ്പിച്ചുകൊണ്ടാണ് അവര് 3 ഗോൾ. ഇക്വഡോറിന് തിരിച്ചടിച്ചെന്ന് തോന്നുന്നു. ഇല്ല, ഇക്വഡോറിനെ വീഴ്ത്തി.
ഐവറി കോസ്റ്റുമായിട്ടാണ് അടുത്ത ജർമ്മനി കളി. അതിന്റെ ഐവറി കോസ്റ്റുമായിട്ട് അതൊരു നല്ല കളിയായിരിക്കും. കാരണം രണ്ട് ജയിച്ച ടീമുകളുടെ കളി എന്നൊക്കെ പറയുമ്പോൾ അത് നല്ല രീതിയിൽ നമ്മള് തോറ്റ ടീമാണെങ്കിൽ പോലും കൊറാസാവോ 1,50,000 പേര് എടുത്തു പറയുന്നത് ദ്വീപാണ്. അവരാ ഒരു ഗോൾ അടിച്ചത് അവരുടെ രാജ്യത്തിന് വിജയം. ജർമ്മനിയെ പോലെ ഇത്രയും വലിയ ടീം വേൾഡ് കപ്പിൽ ഫസ്റ്റ് ടൈം കളിക്കാൻ വരുന്നു. അവര് ഹാഫ് ടീമിന് 4 ഗോളുകൾക്ക് പിന്നിൽ കിടന്ന് 3 ഗോളുകൾക്കും പിന്നിൽ കിടന്നിട്ട് അവർ ചിരി ഹാഫ് ടീമിൽ. അതാ ആ ഒരു ചിരി, അത് ആ ഒരു ഗോൾ അവർ അടിച്ചതെന്ന് വെച്ചാൽ അവര് ജയിച്ചതിന്റെ തുല്യമായ ഒരു ഇത് തന്നെ അവർക്ക് ഇമ്പാക്ട് കൊണ്ടുവന്നു. കാരണം ജർമ്മനിയെ പോലെ ഒരു വലിയ ടീമിനകത്ത് അവർ പൊരുതി ഒരു ഗോൾ അടിച്ചെന്ന് പറഞ്ഞാൽ അത് വലിയ കാര്യം തന്നെയാണ്. അതും 1,50,000 ആൾക്കാരുള്ള നമ്മുടെ കേരളത്തിലെ ഒരു ജില്ലയിലെ ആൾക്കാർ പോലും ഇല്ല എന്നൊക്കെ അത് അവരുടെ ടീം ഭയങ്കര ഒരു നല്ല ഒരു വരും മാച്ചുകൾ അവരും നല്ല മികച്ച വിജയം നേടും. എനിക്കും ആഗ്രഹമുണ്ട്, അവര് നല്ല മികച്ച വിജയം നേടാൻ എനിക്കും ആഗ്രഹമുണ്ട്. അടുത്ത ഗ്രൂപ്പ് എഫിലേക്ക് കടക്കാം. ഒന്നും പറയാനില്ല. ഗ്രൂപ്പ് ഈ ജർമ്മനിയുടെ ആധിപത്യമാണ്. ഗ്രൂപ്പ് എഫിലേക്ക് കടക്കാം. സ്വീഡൻ, ജപ്പാൻ, നെതർലാൻഡ്സ്, തുനീഷ്യ. നമ്മുടെ ഏഷ്യൻ രാജ്യമായ ജപ്പാൻ സമുറായികളുടെ ഒരു ഇതാണ്. സമുറായികളുടെ നാട് ജപ്പാൻ. മേഡ് ഇൻ ജപ്പാൻ എന്ന് പറയത്തില്ലേ നമ്മള്. അതും യൂറോപ്യൻ വമ്പന്മാരായ നെതർലാൻഡിനെ മുട്ടുകുത്തിച്ച് 2-2 സമനിലയ്ക്ക്. ഗ്രൂപ്പ് ഇയിലെ ആ ഒരു ഇതാണ് ഇത്. 2-2 സമനിലയ്ക്ക് ജപ്പാൻ നെതർലാൻഡ്സുമായിട്ട് പിടിച്ചു നിന്നു എന്നൊക്കെ പറയാം. യൂറോപ്പിലെ വമ്പൻ ടീമായ നെതർലാൻഡ്സുമായിട്ട്. ഇപ്പോഴത്തെ ബ്രസീലിലെ ഒരു ശാസ്ത്രജ്ഞൻ, അദ്ദേഹം വേൾഡ് കപ്പിൽ പ്രവചിക്കുന്ന എല്ലാ ടീമുകളും കപ്പടിക്കുന്നത്. ഈ വട്ടം അദ്ദേഹം പ്രവചിച്ചത് നെതർലാൻഡ് കപ്പടിക്കുന്ന. അതാ ആ പ്രവചനത്തെ പോലും പ്രവചനാതീതമായി എന്നൊക്കെ പറയാം. പ്രവചനാതീതമായി ജപ്പാൻ സമനില പിടിച്ചിരിക്കുന്നു. പിന്നെ സ്വീഡൻ നമുക്കറിയാം നല്ല ടീമാണ്, അടിപൊളി ടീമാണ്. തുനീഷ്യ പുതിയ ടീമാണെന്ന് തോന്നുന്നു. കളിക്കുന്നുള്ള ടീമാണല്ലേ. എന്തുവായാലും വരും മത്സരങ്ങൾ ഗ്രൂപ്പ് എഫും നല്ല മികച്ച ഗ്രൂപ്പ് എഫ് നല്ല ഒരു മികച്ച സാധ്യതകൾ, മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കാൻ പറ്റിയ ഒരു ടീം തന്നെയാണ്. ഇനി അടുത്തത് നമുക്ക് ഗ്രൂപ്പ് ജിയിലേക്ക് പോകാം. അതും സമനില ഗ്രൂപ്പാണ്. അതും പ്രത്യേകമായ ഒരു സമനില. ഇതില് ഗ്രൂപ്പ് എച്ചും സമനിലയാണ്. 3 ഗ്രൂപ്പുകളാണ് സമനിലയിൽ 1 പോയിന്റ്. ഗ്രൂപ്പ് ജിയും എച്ചും. ഗ്രൂപ്പ് ജിയിൽ ന്യൂസിലാൻഡ്, ഇറാൻ, ബെൽജിയം, ഈജിപ്റ്റ്. അതാണ് ന്യൂസിലാൻഡ്, ഇറാൻ, ബെൽജിയം, ഈജിപ്റ്റ്. ബെൽജിയത്തിനൊക്കെ ഈജിപ്റ്റ് തളച്ചിട്ടു. ബെൽജിയം പോലൊരു വലിയ രാജ്യത്തെ ലുക്കാക്കു, ഡിബ്രൂണൊക്കെ ഉള്ള ടീമിനെ ഈജിപ്റ്റ് തടഞ്ഞിട്ടു. അത് വലിയൊരു അപ്രിഷിയേറ്റ് ചെയ്യാവുന്ന കാര്യമാണ്. സമനില ആണെങ്കിൽ കൂടി ഒരു കോമ്പറ്റിംഗ് മാച്ചിൽ ഒരു സമനില പിടിക്കാൻ തന്നെ ഒരു ഇതാണ്. പിന്നെ ഇറാൻ ഒരു യുദ്ധം കഴിഞ്ഞു വരുന്ന ടീമാണ്. അമേരിക്കയിൽ കടക്കാൻ പോലും സമ്മതിക്കാത്ത, അമേരിക്കയിലോട്ട് കയറാൻ പോലും സമ്മതിക്കാൻ. കളി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അപ്പൊ രാജ്യം വേണമെന്നുള്ള നിയമം. അവരും പൊരുതി തന്നെ ന്യൂസിലൻഡ് പോലുള്ള 2-2 ഗോൾ അടിച്ചു സമനില. ഇറാൻ അത്യാവശ്യം എടുത്തു പറയാനുള്ളൂ. ഇറാൻ നല്ല ടീമാണ്. ഫുട്ബോളിനെ യുദ്ധത്തിന്റെ പ്രതിസന്ധികളിലും ഫുട്ബോളിനെ അതിലേറെ സ്നേഹിച്ച് അതിന്റെ ഒരു കൂസലും ഗ്രൗണ്ടിൽ കാണാതെ തന്നെ കളിച്ച ഒരു ടീമാണ് ഇറാൻ. പ്രത്യേകം എടുത്തു പറയേണ്ട ഒരു ഇതാണ്. ഇനി അടുത്ത ഗ്രൂപ്പ് എച്ചില് ഉറുഗ്വേ, സൗദി അറേബ്യ, സ്പെയിൻ, സ്പെയിൻ വേഴ്സസ് കോബെ വെർഡെ. അത് 1 മാൻ ഷോ ആണ്. അതൊരു ഗോൾ കീപ്പറുടെ 40 വയസ്സുകാരൻ ഗോൾ കീപ്പർ ഒരു ഷോ എന്ന് പറയാം. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് മാച്ച് ആയിരുന്നു ഗൈസ്. ആ ഒരു ഗോൾ കീപ്പർ ഇല്ലായിരുന്നെങ്കിൽ ഏതാണ്ട് ഒരു 4-5 ഗോളോ സ്കോർ ചെയ്യേണ്ട ഒരു കളിയാണ്. സ്പെയിനെ ഒറ്റ കൈ കൊണ്ട് അദ്ദേഹം 2 കൈകൾ കൊണ്ട് തടഞ്ഞിട്ടു എന്ന് വേണം പറയാൻ. അടുത്ത കളി സൗദി അറേബ്യയാണ്. അതാണ് കാത്തിരിക്കുന്ന മത്സരം. സൗദി അറേബ്യയുമായിട്ടാണ് മാച്ച്. അവരും നല്ല ഉറുഗ്വേ 1-1 സമനില. സൗദി അറേബ്യ നിങ്ങൾക്ക് അറിയാലോ, കഴിഞ്ഞ വേൾഡ് കപ്പിൽ അർജന്റീനയെ അട്ടിമറിച്ചാണ്. വമ്പന്മാരെ ഫസ്റ്റ് കളിയിൽ അർജന്റീന പിന്നീട് വേൾഡ് കപ്പ് അടിച്ചെങ്കിലും ആദ്യ കളിയിൽ അട്ടിമറി വിജയമായിരുന്നു സൗദി അറേബ്യ. ഒരു ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പ് തന്നെയാണ്. ഇൻട്രസ്റ്റിംഗ് ഗ്രൂപ്പ് തന്നെയാണ് ഇതും. ഇനി അടുത്ത ഗ്രൂപ്പ് ഐയിലേക്ക് വരാം. നോർവേ, ഫ്രാൻസ്, സെനഗൽ, ഇറാഖ്. നോർവേ, ഫ്രാൻസിന്റെ ഒരു ആധിപത്യമാണ്. ഫ്രാൻസിന്റെ ഒരു ആധിപത്യം തന്നെ എന്ന് പറയാം. പക്ഷെ അത് ഒരു എംബാപ്പെ, ഹാലൻഡ് കളിക്കുന്ന ഗ്രൂപ്പാണ്.
അവരുടെ ഒരു അവിടെ ഒരു ഫ്രാൻസ് തന്നെയാണ് മികച്ച രീതിയിൽ കളിച്ചത്. പിന്നെ എംബാപ്പെ ഇങ്ങനെ കളിക്കുവാണെങ്കിൽ ഇത് ഫ്രാൻസ് വേഴ്സസ് സെനഗൽ അല്ലേ? സെനഗലായിരുന്നു. അത് നല്ല ഫ്രാൻസ് എംബാപ്പെ അറിയാലോ, കഴിഞ്ഞ വട്ടം ഫ്രാൻസ് ഫൈനലിലെത്തിയ ടീമാണ്. അതിൻ്റെ ആ ഒരു മുൻതൂക്കം ഇതിനകത്തുണ്ട്. നിങ്ങൾക്ക് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല ഫ്രാൻസ് എന്താണെന്നും ഏതാണെന്നും. അടുത്ത കളിയാണ് ഹാലൻഡ് വിസിസ് എംബാപ്പെ ഫ്രാൻസിന്റെ. അതാണ് അത് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് മാച്ചാണ്. ഞാൻ നോർവേയും ഇറാഖും പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല, നല്ല ടീമാണ്. ഗ്രൂപ്പ് ജെയിലോട്ട് അർജന്റീന, ഓസ്ട്രിയ, ജോർഡാൻ, അൾജീരിയ. മെസ്സിയുടെ ഒരു ഗ്രൂപ്പാണ് അത്. ഇതിനകത്ത് ഒറ്റ ഒരു താരമേ ഉള്ളൂ, മെസ്സി. വൺ ആൻഡ് ഓൺലി പ്ലെയർ, ഗോട്ട് ലെജൻഡ് എന്നൊക്കെ പറയാം. കഴിഞ്ഞ വേൾഡ് കപ്പില് ലോകകപ്പ് എടുക്കാൻ സാധിച്ച ഒരു ടീം അർജന്റീന. അവർക്ക് വലിയ പ്രഷർ ഇല്ല, അവർക്ക് കപ്പ് ഫ്രീ ആയിട്ട് കളിക്കുന്ന ഒരു കപ്പ് കിട്ടിയത് കൊണ്ട് അവർ വളരെ ഫ്രീ ആയിട്ടാണ് ഈ വേൾഡ് കപ്പ് കളിക്കുന്നത്. കിട്ടി പോയാ പോയി. അവർക്ക് വേണമെങ്കിൽ ഈ അർജന്റീന വേഴ്സസ് അൾജീരിയ വേണമെങ്കിൽ ഇനിയും ഗോൾ അടിക്കാമെന്നൊക്കെ ഉള്ളൊരു ഒരു ചാൻസ് ഉണ്ട്. പക്ഷെ അവര് മെസ്സിക്ക് ബോൾ ബോക്സിൽ എത്തിച്ചു കൊടുക്കുന്നു, മെസ്സി ഗോൾ അടിക്കുന്നു. വെൽ ലെജൻഡ് ഫിനിഷ്, നോ പ്രഷർ, ഹാട്രിക് അടിക്കുന്നു, മെസ്സിയെ വിളിച്ചു വരുത്തുന്നു. അടുത്ത ഓസ്ട്രിയയായിട്ടാണ് കളി. ഓസ്ട്രിയ നല്ല ടീമാണ്. ജോർഡനെ മുട്ടുകൊടുത്ത യൂറോപ്യൻ വമ്പന്മാരാണ്. യൂറോപ്യൻ വമ്പൻ ടീമാണ് ഓസ്ട്രിയ. എടുത്തു പറയേണ്ട കാര്യം ജോർഡനുമായിട്ടുള്ള കളി. അപ്പൊ ഇനി പോർച്ചുഗൽ ഗ്രൂപ്പ്. അതെ, പോർച്ചുഗൽ ടീമായ പോർച്ചുഗൽ ഉള്ള ഗ്രൂപ്പ്. ഈ ഗ്രൂപ്പിൽ കൊളംബിയ, ഡോക്ടർ കോങ്കോ, പോർച്ചുഗൽ, ഉസ്ബെക്കിസ്ഥാൻ. അത് നല്ലൊരു മാച്ച് ആയിരുന്നു. ഡോക്ടർ കോങ്കോയെ എടുത്തു പറയാം, പുതിയൊരു ടീം. അവരേതാണ്ട് 56 വർഷങ്ങൾക്ക് ശേഷം വേൾഡ് കപ്പ് കളിക്കാൻ പറ്റും. അത് പറയാം, ടീം സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ എടുക്കാവുന്നേ ഉള്ളൂ. അത് കളിയാകുമ്പോൾ പലതും പ്രതീക്ഷിക്കാം. ഫുട്ബോൾ എന്ന മാജിക് സ്പോർട്സ് ആണ്. ഇത് കളിയിൽ പല അത്ഭുതങ്ങളും വരാം. കളി കണ്ടാൽ നമുക്ക് മനസ്സിലാവും CR7 ഒന്നും പറ്റുന്നില്ല. 41 വയസ്സ് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്ന രീതിയിലേക്ക് എത്തിക്കഴിഞ്ഞു. കൊളംബിയ ഒരു തകർത്തുകൊണ്ട് കൊളംബിയ ഉസ്ബെക്കിസ്ഥാൻ പോലൊരു ടീമിനെ കൊളംബിയ നല്ല രീതിയിൽ തകർത്തുകൊണ്ട് തന്നെയാണ് ഒന്നാം ഗ്രൂപ്പിൽ ഒന്നാമത് കയറിയത്. കെ ഗ്രൂപ്പിൽ ഒന്നാമതായിട്ട് കയറിയത്. പോർച്ചുഗലും ഉസ്ബെക്കിസ്ഥാനുമായിട്ടാണ് കളി. കൊളംബിയയുടെ ഒരു ആധിപത്യം തന്നെയാണ് ഗ്രൂപ്പിൽ. പോർച്ചുഗലിന് ഇന്നലത്തെ കളി കണ്ടിട്ട് സുഹേലിന് എന്തെങ്കിലും തോന്നിയോ? അവര് അറ്റാക്കിങ്ങിലോട്ട് കളന്നിട്ട് പിന്നെ സ്ലോ ആയി ബാക്ക് പാസ് കളിച്ച് പോവുകയാണ്. അവര് ഫസ്റ്റ് ഗോൾ അടിച്ചിട്ട് പിന്നെ സ്ലോ ആക്കി കളിക്കുന്നത്. ഫസ്റ്റ് ഗോൾ അടിക്കുന്നിടം വരെയും ടീം നല്ല രീതിയിൽ നിന്നതാണ്. ആ ഗോൾ അടിച്ചു കഴിഞ്ഞ് ഡിഫൻസിലോട്ട് പോയി. അതൊരു ഡ്രോബാക്ക് ആയിട്ട് തോന്നി. എങ്കിലും ഒരു 2 ഗോളെങ്കിലും സ്കോർ ചെയ്തിട്ട് ബാക്കിലോട്ട് പോവാണെങ്കിൽ പിന്നെയും പറയാം. അത് അവര് അറ്റാക്കിലേക്ക് പോവുകയാണെങ്കിലും കോങ്കോയുടെ ഡിഫൻഡർമാർക്ക് കൊണ്ടുപോയി പന്ത് കൊടുക്കുകയാണ്. അവര് കൗണ്ടർ അറ്റാക്ക് കളിച്ച് നല്ല മുന്നേറ്റങ്ങൾ കാഴ്ച. റൊണാൾഡോയ്ക്ക് പന്ത് എത്തുന്നില്ല. റൊണാൾഡോയോട് എന്തോ വിരോധമുള്ള പോലൊക്കെ തോന്നുന്നു. പിന്നെ ബ്രൂണോ ഫെർണാണ്ടസ്, അദ്ദേഹം എന്തോ ഒരു തോൽവി പോലാണ് കളിച്ചത്. അദ്ദേഹത്തിനും എന്തോ വലിയ ടീമാണ്, വമ്പന്മാരാണെന്നും പറഞ്ഞ് പല ഫ്ലെക്സുകളും നമ്മൾ എല്ലാരും അടിച്ചു കഴിഞ്ഞു. പക്ഷേ പോർച്ചുഗലിലൊരു തിരിച്ചു വരും എന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ഒരാഗ്രഹമുണ്ട് പോർച്ചുഗൽ കപ്പ് അടിക്കണമെന്ന്. ഒരു കപ്പ് പൊക്കണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഈ രീതിയിൽ പോകുകയാണെങ്കിൽ തിരിച്ചു വരവ് കളി നല്ല രീതിയിൽ ട്രെയിൻ ചെയ്ത് കളിക്കണ്ട. ഇപ്പോഴത്തെ കളിയുടെ ഒരു സ്റ്റാർട്ട് മനസ്സിലാക്കി കളിച്ചാൽ പിഴവുകളെല്ലാം തിരുത്തിയാൽ ചാൻസ് ഉണ്ട്. ഇനി അടുത്ത ഗ്രൂപ്പ് എല്ലിലേക്ക് പോകാം. അവസാന ഗ്രൂപ്പാണ് ഗ്രൂപ്പ് എല്ല്. ഇംഗ്ലണ്ട്, ഗാന, പനാമ, കൊറേഷ്യ. ഇംഗ്ലണ്ട് കൊറേഷ്യ മാച്ച്. അതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? അത് ക്രൊയേഷ്യ 4-2 തകർത്ത് വിട്ടിരിക്കുകയാണ്. രണ്ടും ഈ പോർച്ചുഗലിന്റെ കളി കണ്ട് നഷ്ടമായവർക്ക് ഈ ക്രൊയേഷ്യയുടെ കളി കണ്ടവർക്ക് ലാഭമായെന്ന് തോന്നുന്നു. നല്ലൊരു കളിയായിരുന്നു, നല്ലൊരു മാച്ചാണ്. കൊറേഷ്യ നല്ല രീതിയിൽ കളിച്ചു, ഇംഗ്ലണ്ട് നല്ല രീതിയിൽ കളിച്ചു. ഗ്രൂപ്പിൽ അവസാനം പോയെങ്കിലും തിരിച്ചു വരും കൊറേഷ്യ ടീം. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നിങ്ങൾ കണ്ടതല്ലേ അവരുടെ മികച്ച പെർഫോമൻസ്. ഇംഗ്ലണ്ട് എന്ന ഒരു വലിയ ടീമിന്റെ കൂടെ കളിച്ച ഒരു ക്രൊയേഷ്യ, ഇംഗ്ലണ്ട് പോലെ. ഗാന, പനാമ നല്ല കളിയാണ് കാഴ്ചവെച്ചത്. എനിക്ക് തോന്നുന്നു ഗാനയാണെന്ന് ജയിച്ചത്. എന്തായാലും ഇനി അടുത്ത
രണ്ടാം ഘട്ട മത്സരങ്ങളാണ് ഇന്ന് നടക്കുന്നത്. ഇനി രണ്ടാം ഘട്ട മത്സരങ്ങളിൽ എന്ത് നടക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇതെല്ലാം മാറി മറിയാൻ സാധ്യത. ചിലപ്പോൾ പല വമ്പൻ ടീമുകളും ഔട്ടായി വേൾഡ് കപ്പിൽ നിന്ന് തന്നെ പുറത്തു പോകാൻ സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ ഈ ഒരു ടേബിൾ സ്റ്റാറ്റ് വെച്ച് നല്ല രീതിയിൽ പെർഫോമൻസ് കാഴ്ചവെച്ചാൽ ടീമുകളാണ് കൊച്ചു ടീമുകൾ, പുതിയ ടീമുകൾ, കൊച്ചു ടീമുകളെന്ന് വിലയിരുത്താൻ പറ്റത്തില്ല. നല്ല രീതിയിൽ കളിച്ച് വരുന്നുണ്ട്. പിന്നെ എടുത്തു പറയാനുള്ളത് സ്പെയിൻ്റെ കൂടെ കളിച്ച കാബോ വെർഡെ. അത് നല്ല ഒരു നല്ല ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തെയാണ് നമുക്ക് പ്രത്യേകം പറയാനുള്ളത്. നല്ല കളി അദ്ദേഹം കാഴ്ചവെച്ചു. കൊച്ചു ടീമെന്നൊന്നും ഇല്ല. ഇത് ഫുട്ബോളിനകത്ത് കളിയാണ് പ്രധാനം. ചെറുതെന്നും വലുതെന്നും ഒന്നും ഇല്ല. ആര് നല്ലപോലെ കളിക്കുന്നോ അവർ ജയിക്കും. അപ്പോൾ ആ ഒരു ഇതിഹാസമാണ്. എപ്പോഴും ട്വിസ്റ്റുകൾ നിറഞ്ഞൊരു ഗെയിമാണ്. നമ്മൾ പലരെയും വിലയിരുത്തുന്ന ഒരു ഗെയിം തന്നെയാണ് ഫുട്ബോള്. വേൾഡ് കപ്പ്, പ്രത്യേകിച്ച് വേൾഡ് കപ്പ് എല്ലാവർക്കും ആവേശം ഉണ്ടാക്കുന്ന ഗെയിം. അപ്പോൾ അടുത്ത കളിയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരേക്കും ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഗ്രൂപ്പ് 2-ൻ്റെ കാര്യങ്ങൾ പറയാനും പല കാര്യങ്ങൾ വേൾഡ് കപ്പിനെ പറ്റിയുള്ള പല റിവ്യൂകൾ എന്നൊക്കെ പറയാൻ ഞങ്ങൾ ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ശരി, ബൈ.